അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനെ അയോഗ്യനാക്കിയത് ട്രംപുമായി നടത്തിയ സംവാദത്തിൽ പകച്ചുപോയതാണ്. അതിനുശേഷമാണ് ബൈഡന്റെ പിന്മാറ്റവും സ്ഥാനാർത്ഥിയായുള്ള കമലാ ഹാരിസിന്റെ കടന്നുവരവും. ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തുവരുന്ന വാർത്തയാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. കമലാ ഹാരിസുമായി നിശ്ചയിച്ച ആദ്യ ലൈവ് ടെലിവിഷൻ സംവാദത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയേക്കുമെന്ന് റിപ്പോർട്ട്. സെപ്റ്റംബർ 10 ABC ന്യൂസിന്റെ സംവാദത്തിലാണ് ഇരുവരും ഏറ്റുമുട്ടലിന് സമ്മതിച്ചത്. എന്നാൽ ABC റിപ്പബ്ലിക്കന്മാരോട് ശത്രുത പുലർത്തുകയാണെന്ന് ട്രംപ് പറഞ്ഞു. അത്തരമൊരു നെറ്റ്വർക്കിന്റെ പരിപാടിയിൽ താൻ എന്തിന് പങ്കെടുക്കണമെന്നും പകരം മറ്റൊരു നെറ്റ്വർക്കുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ട്രംപ് അമേരിക്കൻ മാധ്യമത്തോട് വെളിപ്പെടുത്തി. എന്നാൽ സംവാദം ഉപേക്ഷിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. കമലയ്ക്ക് ഉത്തരം പറയാൻ അറിയില്ല. അതിനാൽ അവർ സംവാദത്തിന്റെ നിയമങ്ങളിൽ മാറ്റത്തിന് ശ്രമിക്കുന്നു. ഒരു പാവയെ അമേരിക്കയ്ക്ക് പ്രസിഡന്റായി വേണ്ട. കഠിനമായ ചോദ്യങ്ങൾ നേരിടാൻ താൻ തയ്യാറാണ്. എന്നാൽ സംവാദം സുതാര്യമാകണമെന്നും ട്രംപ് പറഞ്ഞു. സെപ്റ്റംബർ 10 ABCയിൽ സംവാദം നടത്താൻ ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും മുൻപ് തീരുമാനിച്ചിരുന്നു. എന്നാൽ ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി കമല സ്ഥാനാർത്ഥിയായതോടെ ട്രംപ് ഇതിൽ നിന്നും ഒഴിഞ്ഞു. ഡെമോക്രാറ്റുകളുടെ പരിഹാസം രൂക്ഷമായതോടെ ട്രംപ് വീണ്ടും സംവാദത്തിന് സമ്മതിക്കുകയായിരുന്നു. അതേസമയം ഫോക്സ് ന്യൂസ്, NBC സംവാദങ്ങളോട് ട്രംപ് അനുകൂലമാണ്. ജൂണിൽ CNN-ൽ നടന്ന സംവാദത്തിലെ മോശം പ്രകടനത്തോടെയാണ് ബൈഡൻ പിന്മാറിയത്. പിന്നാലെ വൈസ് പ്രസിഡന്റ് കമലയ്ക്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനേഷൻ ലഭിച്ചു. നവംബറിലെ തിരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിന് 55% ജയസാധ്യതയെന്നാണ് ഡിസിഷൻ ഡെസ്ക് HQ ദ ഫിൽ സർവേ ഫലം. എന്നാൽ അരിസോണ, ജോർജിയ, നെവാഡ, പെൻസിൽവേനിയ, വിസ്കോൺസിൻ സ്റ്റേറ്റുകൾ ആർക്കൊപ്പം എന്നത് ഉറപ്പിക്കാനായിട്ടില്ല. ബൈഡനേക്കാൾ പിന്തുണ കമലയ്ക്കുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ശേഷിക്കെ ട്രംപിനെതിരായ കേസിൽ പുതിയ കുറ്റപത്രം. 2020-ൽ ജോ ബൈഡൻ ജയിച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുതിയ കുറ്റപത്രം ട്രംപിനെതിരെ സമർപ്പിച്ചിരിക്കുന്നത്. US സുപ്രീം കോടതി ജൂലൈയിൽ പുറപ്പെടുവിച്ച ട്രംപിന് അനുകൂലമായ വിധിയെ മറികടക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുൻ പ്രസിഡന്റുമാർ അവരുടെ ഔദ്യോഗിക പദവിയിലിരിക്കെ ചെയ്യുന്ന പ്രവർത്തികളുടെ പേരിൽ അവരെ വിചാരണ ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു US സുപ്രീം കോടതിയുടെ ജൂലൈയിലെ വിധി. ഇതോടെ പല ക്രിമിനൽ കേസുകളിലും ട്രംപിന് വിചാരണ നേരിടേണ്ട എന്ന അവസ്ഥയുണ്ടായി. എന്നാൽ 2020-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ട്രംപ് ഒരു പൗരൻ എന്ന നിലയിലാണ് ഇടപെടൽ നടത്തിയെന്നാണ് പുതിയ കുറ്റപത്രം പറയുന്നത്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ട്രംപ് പദ്ധതിയിട്ടത് പ്രസിഡന്റ് ആയിട്ടല്ലെന്നാണ് പുതിയ കുറ്റപത്രം വാദിക്കുന്നത്. നേരത്തെ 45 പേജുകൾ ഉണ്ടായിരുന്ന കുറ്റപത്രം 36 വെട്ടിച്ചുരുക്കിയാണ് പുതിയ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ട്രംപിനെതിരായ ആരോപണങ്ങളുടെ ഭാഷ പുനഃക്രമീകരിക്കുകയും പ്രസിഡൻഷ്യൽ പരിരക്ഷ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വിധിയുടെ പരിധിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, തന്റെ തിരഞ്ഞെടുപ്പ് പരാജയം മാറ്റിമറിക്കാനുള്ള പ്രവർത്തികൾക്കായി നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് ശ്രമിച്ചുവെന്ന ആരോപണം പുതിയ കുറ്റപത്രം ഒഴിവാക്കുന്നു. നീതിന്യായ ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നൽകിയ നിർദ്ദേശം നിയമവിരുദ്ധമല്ലെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണിത്. നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് കേസിൽ വിചാരണ ആരംഭിക്കില്ലെങ്കിലും പുതിയ കുറ്റപത്രം വോട്ടർമാർക്കിടയിൽ ട്രംപിന് പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. കുറ്റപത്രം ഉടൻ തന്നെ നിരസിക്കണമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി ഉള്ളതിനാൽ കേസ് തള്ളിക്കളയണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. തനിക്കെതിരായ ക്രിമിനൽ കേസുകളുടെ വിചാരണയിൽ കാലതാമസം വരുത്തുന്നതിൽ ട്രംപ് വിജയിച്ചിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തനിക്ക് അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടുന്ന ട്രംപ് ജയിച്ചാൽ വിശ്വസ്തനായ അറ്റോർണി ജനറലിനെ നിയമിക്കുക വഴി നിലവിലെ കേസിൽ നിന്ന് തലയൂരാമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.